ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പ് ഉള്ളവരും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 4 കാര്യങ്ങൾ ഉണ്ട്. ഇത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സംസാരമാണ്. അതായത് നിങ്ങൾ നല്ല ഓപ്പൺ ആയിട്ട് വേണം അവളോട് എപ്പോഴും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പറയേണ്ട കാര്യത്തിന് മാത്രം നിങ്ങൾ റിപ്ലൈ കൊടുക്കുകയും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, പെൺകുട്ടികൾക്ക് ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതേപോലെ തന്നെയാണ് അവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്, അതായത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കുന്ന ആൺകുട്ടികളെയും. അതുകൊണ്ട് ഒരു പെൺകുട്ടി നിങ്ങളോട് കുറെ അധികം സംസാരിക്കുകയും നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് തിരിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൾക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മാക്സിമം തിരിച്ച് അവളോട് സംസാരിക്കാനും അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തമാശ പറയുകയാണ്. ചില ആളുകളുണ്ട്, എന്ത് പറഞ്ഞാലും സീരിയസ് ആയിട്ട് മാത്രമാണ് സംസാരിക്കത്തുള്ളൂ. ഇങ്ങനെ സീരിയസ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന ആൺകുട്ടികളെ പൊതുവെ പെൺകുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് തമാശയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നവരെയാണ് കൂടുതൽ ഇഷ്ടം. ഇനി അവൾ എന്തെങ്കിലുമൊക്കെ പോയി പറഞ്ഞിട്ട് അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വഴക്കിടുകയോ റഫായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ആൺകുട്ടികളെ ഇഷ്ടമല്ല. മറിച്ച് നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിലോ അവൾക്ക് അപ്പോൾ തന്നെ നിങ്ങളോടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കാരണം എന്ത് പറഞ്ഞാലും നിങ്ങളിങ്ങനെ തമാശയൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുകയും തനിച്ച് ചിരിക്കുകയും പിന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴത്തേക്കും മാക്സിമം തമാശകളൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ സമയം തന്നെ അവരോടൊന്ന് പറയുകയും ചെയ്യണം നിങ്ങൾ സിംഗിൾ ആണെന്ന്. ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്തു പറയാതെ എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തോട് നിങ്ങൾക്ക് പറയാം ഞാൻ ഇങ്ങനെ സിംഗിൾ ആണെന്ന്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുള്ള ഒരു ക്രഷൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്കും എനിക്കതൊരു മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റ് ഇടാൻ ശ്രമിക്കണേ എന്ന്. ഒരു കുഞ്ഞ് ഹേർട്ട് ആണെങ്കിലും മതി കേട്ടോ, ഞാൻ ഹാപ്പി ആകുവേ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അതായത് ഒരു പെൺകുട്ടി നിങ്ങളോട് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം ഒരിക്കലും നിങ്ങൾ തിരിച്ച് അവളോട് പറഞ്ഞേക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് അവളെ ഇംപ്രസ് ചെയ്യിക്കണമെങ്കിൽ അവൾ എന്താണോ പറയുന്നത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണം തിരിച്ച് നിങ്ങൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിലോ പിന്നെ അവരങ്ങനെ മിണ്ടാനൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. മറിച്ച് അവൾ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുവാണെങ്കിലോ അവൾക്ക് നിങ്ങളോടൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം, അവളിപ്പോൾ നിങ്ങളോട് കുക്കിങ്ങിന്റെ കാര്യം പറയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവളോട് തിരിച്ചു പറയേണ്ടത് കുക്കിങ്ങിന്റെ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ബുക്ക് വായിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും തിരിച്ചു പറയാം. അങ്ങനെ അവൾ എന്താണോ പറയുന്നത് അത് വേണം നിങ്ങൾ തിരിച്ച് അവളോട് പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സർപ്രൈസസ് ആണ്. പെൺകുട്ടികൾക്കൊക്കെ പൊതുവേ തന്നെ സർപ്രൈസസും ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതായത് ഒരുപാട് വില കൂടിയ സാധനങ്ങൾ, ഹൈ ലെവലുള്ള സാധനങ്ങളൊന്നും കൊണ്ടു കൊടുക്കണമെന്നില്ല. ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ തീപ്പെട്ടിയുടെ കവർ കളക്ട് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും പടമുള്ള കോയിൻസ് ഒക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇങ്ങനെ അവർ കളക്ട് ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു സാധനം അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കൊണ്ടേ കൊടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ്സും
ചെറിയ ഫ്ലവേഴ്സൊക്കെ കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ പെൺകുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളും. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.